ഇറ്റ്സ് മീ എക്സ്പ്ലോറിംഗ് പണ്ടാജി. നമ്മളിപ്പോൾ നിൽക്കുന്നത് കാൽവരി മൗണ്ട്. ഇടുക്കിയിൽ നിന്ന് കട്ടപ്പനയ്ക്ക് പോകുന്ന വഴിക്ക് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഹിൽ സ്റ്റേഷൻ. ഇവിടെ ഒരു തേയില ഫാക്ടറി ഉണ്ട്. അതിൻ്റെ മുകളിൽ ഒരു ചെറിയ മല, ആ മലയുടെ അപ്പുറം ഇടുക്കി ഡാമിൻ്റെ കാച്ച്മെൻറ്റ് ഏരിയ. അവിടെ ഇടുക്കി ഡാമിൻ്റെ വലിയൊരു ഏരിയ കാണാം. ഇതാണ് കാൽവരി മൗണ്ട്. ചെറുതോണിയിൽ നിന്ന് ഏകദേശം ഒരു 12 കിലോമീറ്റർ, ഏകദേശം 20 രൂപ ടിക്കറ്റ് ബസ്സിന്. അവിടെ കാണാൻ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാഴ്ചകളുണ്ട്. ഞാൻ കോളേജ് പഠിക്കുന്ന കാലഘട്ടത്തിൽ ഒരുപാട് തവണ ബൈക്കിന് ഇവിടെ വന്നിട്ടുണ്ട്. അന്നൊന്നും യൂട്യൂബ് ചെയ്യുന്നില്ലാത്തതുകൊണ്ട് അന്നൊന്നും വീഡിയോ എടുത്തിടാൻ പറ്റിയില്ല. അതിൻ്റെ നല്ല സങ്കടമുണ്ട്. ഈ കാണുന്നതാണ് കാൽവരി മൗണ്ട്. ആ കാൽവരി മൗണ്ടിലെ മറ്റ് കാഴ്ചകൾക്കായിട്ട് നമുക്ക് പോകാം. ഇതാണ് കാൽവരി മൗണ്ട്, വളരെ പ്രശസ്തമായ ടൂറിസ്റ്റ് സ്റ്റേഷനാണ്. ഇപ്പം ഇവിടെ ഒരു ആർച്ച്, അതിൻ്റെ അപ്പുറം അവിടെ ഒരു ചെറിയ തേയില ഫാക്ടറി കാണാം. ഇവിടെ മെയിനായിട്ട് തേയിലയാണ്. ഇടുക്കിയുടെ ഈ ഏരിയയിൽ തേയില വളരെ കുറവാണ്. ഇവിടെ കൂടുതലും കാടമമാണ്. ഇവിടെ ഇടുക്കിയുടെ ഈ ഭാഗത്ത് വളരെ റെയറാണ് ഈ തേയില കാണുന്നത്. ഇതിൻ്റെ അപ്പുറം കുറച്ച് ഭാഗത്ത് ഒരു 2-3 കിലോമീറ്റർ ഏരിയ, തങ്കമണി, കാമാക്ഷി, ആ ഏരിയയിൽ കുറച്ച് ഭാഗത്ത് മാത്രമേ തേയിലയുള്ളൂ. ഇവിടെ മാത്രം ഒരു പ്രത്യേക ക്ലൈമറ്റാണ്, നല്ല കാറ്റുണ്ട്. ഇതാണ് കാൽവരി മൗണ്ടിലോട്ട് കയറി പോകുന്ന വഴിക്കുന്ന ഓപ്പോസിറ്റുള്ള കാഴ്ച. ഈ വഴിയാണ് ബസ് എറണാകുളത്തു നിന്ന് കട്ടപ്പന പോകുന്ന വഴി. എറണാകുളത്ത് നിന്ന് കട്ടപ്പനയ്ക്ക് പോകുന്ന എല്ലാ ബസ്സും ഈ വഴി കൂടിയാണ് പോകുന്നത്. ബസ് ആദ്യമേ ചെറുതോണി വരും. ചെറുതോണിയിൽ നിന്ന് ഇവിടെ കാൽവരി മൗണ്ട് കൂടി കട്ടപ്പന. ഇവിടെ നിന്ന് ഏകദേശം ഒരു അരമണിക്കൂർ യാത്രയും കൂടെ ഉള്ളൂ കട്ടപ്പനയ്ക്ക് എന്നാണ് എനിക്ക് തോന്നുന്നത്. ചെറുതോണിയിൽ നിന്നൊരു 20 മിനിറ്റ് യാത്ര, 20 റുപ്പീസ് ടിക്കറ്റ്. ഇതിൻ്റെ മേളിൽ കുറച്ച് ദൂരമുണ്ട്. നമുക്ക് ഓഫ് റോഡൊന്നും പറയാൻ പറ്റത്തില്ല. പണ്ട് ഇത് ഓഫ് റോഡായിരുന്നു. ഇപ്പോൾ ഇതിലൂടെ കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല കയറ്റമാണ്. ഇതാണ് കാൽവരി മൗണ്ടിലോട്ട് പോകുന്ന ഒരു കയറ്റം. ആ കയറ്റത്തൂടെ പോകുമ്പം ഇടുക്കി ഏരിയയിലെ വലിയ ഒരു മലയുടെ നിര അവിടെ കാണാൻ പറ്റും. ഇങ്ങനെയാണ് കാർ ഇതിലൂടെ വരുന്നത്. സാധാരണ ഈ മൂന്നാറിലാണ് തേയില കൂടുതലും കാണുന്നത്. ഇവിടെ മൂന്നാറിന് അത്ര തണുത്ത കാലാവസ്ഥയല്ല, അത്യാവശ്യം ചൂട് തന്നെയുള്ള കാലാവസ്ഥയാണ്. ആ ഏരിയയിൽ തേയില, പക്ഷേ ഇത് മൂന്നാറിലെ തേയിലയുടെ അത്രയും പച്ചപ്പുള്ള തേയിലയല്ല. ഇവിടെ 1-2 റിസോർട്ട്സ് അവിടെ കാണാം. ഹോം സ്റ്റേസൊക്കെ ആയി വരുന്നു. റീസെൻ്റ്ലി ഇവിടെ നല്ല ഡെവലപ്മെൻറ്റ് വരുന്നു. ആ കാണുന്നതാണ് ഒരു കപ്പൽ മാതൃകയിൽ ഒരു പണിത് വെച്ചിരിക്കുന്ന ഒരു ഭാഗം. ഇത് ആ റിസോർട്ട്സ്, അവിടെ ഒരു റിസോർട്ട് കാണാം. ആ റിസോർട്ട്സിന് എന്തെങ്കിലും ആണോ അതോ വാട്ടർ ഷോ ആണെന്ന് നടത്താനൊക്കെയുള്ളതെന്ന് തോന്നുന്നു. ഇവനിക്കായിരിക്കും ഷോ ഉണ്ടാക്കുന്നത്. അതിൻ്റെ മുകളിലൊരു ആൾക്കാർക്ക് കാഴ്ച കാണാൻ വേണ്ടി ഒരു ബാൽക്കണി, ഒരു പാരപ്പറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. തേയില, മൂന്നാറിൽ കാണുന്ന തേയിലത്തോട്ടം എന്ന് വെച്ചാൽ ഇതിൻ്റെ ലാൻഡ്സ്കേപ്പിങ്ങും ഈ തേയിലത്തോട്ടങ്ങളിലൊക്കെ ലാൻഡ്സ്കേപ്പിങ്ങും വളരെ വ്യത്യാസമാണ്. എൻറ്റയർലി ഡിഫറെൻ്റ് എന്ന് തന്നെ പറയാം. അവിടെ നല്ല തണുപ്പത്ത് കൂടുതൽ ഈർപ്പത്തിൽ നിന്ന് വളരുന്ന തേയിലയ്ക്ക് നല്ല ഗ്രീനിഷ് കളറാണ്, എന്ന് വെച്ചാൽ ഒരു തത്തപ്പച്ച. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഇവിടുത്തെ കുറച്ചുകൂടെ ഡാർക്ക് പച്ച. അതിൻ്റെ ലാൻഡ്സ്കേപ്പിംഗ് എന്ന് വെച്ചാൽ അത്ര മൂന്നാറിൽ അത്ര ഒരു ഫ്ലോ ഉള്ളതല്ല. ഈ സിമിലറായിട്ടുള്ള റോഡിലൂടെ നടന്നാണ് നമ്മൾ ഈ കാൽവരി മൗണ്ടിൻ്റെ ടോപ്പ് എത്താൻ പോകുന്നത്. ഇതാണ് കാൽവരി മൗണ്ടിന് മുന്നിലെ പാർക്ക്. ഈ പാർക്കിനകത്തോട്ട് കയറാനാണ് 40 രൂപ ടിക്കറ്റ്. ഷൂട്ടിങ്ങൊക്കെ വീഡിയോ ക്യാമറയ്ക്കൊക്കെ 500 രൂപയ്ക്ക് എങ്ങാണ്ടാണ് എഴുതി വെച്ചിരിക്കുന്നത്. ഞാൻ അധികം നോക്കാൻ പോയില്ല. ഇവിടെ ഞാൻ പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് വരുമ്പോൾ ഇവിടെ ഇത്തരം പാർക്കിൻ്റെ ഒന്നും അധികം ചെയ്തു വെച്ചിരുന്നു. ഇതൊക്കെ ഇടയ്ക്ക് ചെയ്ത് വെച്ചതാണ്. അന്ന് കൂടുതൽ ഇതിൻ്റെ താഴത്തോട്ടൊക്കെ ഇറങ്ങിപ്പോകാമായിരുന്നു. പക്ഷേ താഴത്തോട്ട് ഇറങ്ങിപ്പോകുന്നത് ഒരിക്കലും അഡ്വൈസബിൾ അല്ല. കാരണം എന്ന് വെച്ചാൽ ഇടുക്കി ഡാമിൻ്റെ വെള്ളം കയറി കിടക്കുന്നതാണ്. അവിടെ പാമ്പ്, പല ടൈപ്പ് മൃഗങ്ങൾ എന്തും കാണാം അവിടെ. ഇവിടെ കുറേ വയസ്സായ കുറച്ച് ആൾക്കാർ, അവരെ റിട്ടയർ ചെയ്തൊക്കെ ആൾക്കാരാണ് കൂടുതലും ഇപ്പം ഉള്ളത്. കൂടുതലും ചെറുപ്പക്കാർക്ക്
കുറേ ഗേൾ ഫ്രണ്ട്സും ബോയ് ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് വരാനും എൻജോയ് ചെയ്യാനും ഒക്കെ പറ്റിയ സ്ഥലമാണ്. ഇവിടെ ഇതാണ് ഇടുക്കി ഡാമിൻ്റെ വെള്ളം കയറി കിടക്കുന്നത്. ഇത് കുറച്ച് ദൂരമൊന്നുമല്ല ഈ വെള്ളമുള്ള. അങ്ങ് കട്ടപ്പന കഴിഞ്ഞ് മാട്ടുക്കട്ടയ്ക്കടുത്ത് അയ്യപ്പൻ കോവിൽ വരെ ഈ വെള്ളം കയറി കിടപ്പുണ്ട്. ഇതാണ് വെള്ളം. വളരെ ബ്യൂട്ടിഫുള്ളാണ് ഇവിടെ കാണാൻ. ഇപ്പോൾ ഈ വെള്ളത്തിൻ്റെ കളറിനൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇതൊരിക്കലും ബ്ലൂ അല്ല, ഇതൊരു മരതക പച്ചയും നീലയും കൂടെ കലർന്ന കളറാണ്. ഈ വഴിക്ക് പോകുന്ന ഭാഗത്ത് ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട്. കട്ടപ്പന കഴിഞ്ഞ് കഴിഞ്ഞാലും ഒരുപാട് കാഴ്ചകളുണ്ട്. ഇതിൻ്റെ നമ്മളിപ്പോൾ നിൽക്കുന്ന അതിൻ്റെ റൈറ്റ് സൈഡ് താഴെ ഇടുക്കി കൂടെ ഇടുക്കി എന്ന് പറയുക പൈനാവ് ആ ഏരിയ പോയി കഴിഞ്ഞാൽ അവിടെ ഒത്തിരി ഡാം, കാടിൻ്റെ കുറേ കാഴ്ചകൾ, അമ്പൽക്കുളങ്ങൾ, കാട്ടിനകത്തെ അമ്പൽക്കുളം ഇതെല്ലാം കാണാനുണ്ട്. ഇവിടെ ഇങ്ങോട്ട് വരുമ്പോൾ ഒരുപാട് ചെറുപ്പക്കാരുണ്ട്. ഒരു ഗേൾ ഫ്രണ്ട്സ് ബോയ് ഫ്രണ്ട്സ് ഒക്കെ ഫോട്ടോ എടുക്കുന്നു. ഇതാണ് കാൽവരി മൗണ്ട് പാർക്കിൻ്റെ ഏറ്റവും മോസ്റ്റ് സ്ഥലം, ഏറ്റവും ഇടത് ചേർന്നുള്ള ഏറ്റവും അവസാനത്തെ പോയിന്റ്. ഇവിടെ നിന്നാണ് ഇവിടെ ഒരു ചെറിയൊരു ഷെഡുണ്ട്. അവിടെ ആൾക്കാരൊക്കെ ഇരുന്ന് സംസാരിക്കുന്നു. ഇവിടെ കാഴ്ചകൾ കണ്ടിരിക്കാം, ആസ്വദിക്കാം. പക്ഷേ താഴത്തോട്ട് ഇറങ്ങരുത്. താഴത്തോട്ട് ഇറങ്ങുമ്പോൾ ഒത്തിരി അപകടത്തിനുള്ള ചാൻസ് ഉണ്ട്. ഇവിടെ വാച്ച്മാനോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇപ്പം നമ്മൾ പോവുകയാണ്. ഞാൻ കുറച്ച് നേരം അവിടെ കിടന്നുറങ്ങി. ഇതാണ് ഇതിൻ്റെ ഇവിടെ ഒരു ഗാർഡൻ, കാൽവരി മൗണ്ട്. നല്ല രസമാണ് ഇവിടെ വന്നിരിക്കുക. അത്യാവശ്യം നല്ല കാറ്റുണ്ട്. ഒത്തിരി പേര് വരുന്നുണ്ട്. ഒത്തിരി ആൾക്കാരെ ക്രൗഡ് എടുക്കാൻ പറ്റിയില്ല. എന്നാലും ഉടനെ തന്നെ ഇനിയും നമ്മൾ യാത്ര പോകും. ഒരു അയ്യപ്പൻ കോവിൽ നമ്മൾ പോകും. ആ ഇല്ലിയുടെ അവിടെ ഒരു ടിക്കറ്റ് ഇൻസ്പെക്ഷൻ ചെയ്യാൻ വേണ്ടി ഒരു ചേച്ചി. ഇവിടെ ഞാൻ വരുന്ന നേരത്തെ സമയത്ത് ഫുൾ ഗാർഡൻ ആയിരുന്നു, ഫുൾ റോസ് ഗാർഡൻ. അന്നും നല്ല രസമാണ്, ഇന്നും നല്ല രസമാണ്. ഓക്കെ, കാൽവരി മൗണ്ടിൻ്റെ പാർക്കിന് വെളിയിൽ നിന്നുള്ള കാഴ്ച. ഇതിൻ്റെ ഇടത്തോട്ട് അവിടെ ഒരു ടീ ഹിൽ കാണാം. അവിടെ തന്നെ ചെറിയൊരു റിസോർട്ട്, ചെറുതല്ല ഒത്തിരി പഴക്കമുള്ള റിസോർട്ടാണ്. കാൽവരി മൗണ്ട് വളരെ നല്ല എക്സ്പീരിയൻസ് ആണ്. ഇവിടെ എന്ന് വെച്ചാൽ ഏരിയൽ വ്യൂ നിങ്ങൾക്ക് കിട്ടും. ഒരു വെരി ഏരിയ, ചുറ്റിനും മലകൾ, ഒരിടത്ത് ഡാമിലെ ജലം, അതിൻ്റെ കാച്ച്മെൻറ്റ് ഏരിയ, അതിനകത്ത് കുറേ തുരുത്ത്. വളരെ ബ്യൂട്ടിഫുള്ളാണ്. മലയാളികൾ കേരളത്തിലുള്ള ആരാണെങ്കിലും ഒരു തവണ ഇവിടെ വരുന്ന ഇവരുടെ ജീവിതത്തിൽ ഒരിക്കലും നഷ്ടമായിരിക്കത്തില്ല. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാഴ്ചകൾ, ഒരു വലിയൊരു വ്യത്യസ്തമായ എക്സ്പീരിയൻസ് ആണ് കാൽവരി മൗണ്ട്. ഇവിടെ തന്നെ ഒരു ട്രക്കിംഗ് പോലെ, ഒരു ഓഫ് റോഡിങ് പോലത്തെ ഒരു വഴി കൂടെ നിങ്ങൾക്ക് കയറി വരാം. കാൽവരി മൗണ്ടിൽ നിന്ന് നമ്മൾ തിരിച്ച് യാത്ര പോവുകയാണ്. അതിലൂടെ 2 കാർ അങ്ങോട്ട്, ഒരെണ്ണം മേളിലോട്ട്, ഒരെണ്ണം താഴത്തോട്ട് ഇറങ്ങി വരുന്നു. ഈ യാത്രയിൽ എനിക്ക് വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിട്ടാണ് തോന്നിയത്. അവിടെ ഒരു അടുത്ത കാറ് വരുന്നതാണ്. ഈ റോഡിന് ഇത്രമാത്രം വീതി മാത്രമേ ഉള്ളൂ. ഒരു കാറ്, ഒരു 4 വീലർ കഷ്ടി പോകും. ടെമ്പോയൊക്കെ വളരെ ബുദ്ധിമുട്ടിയായില്ല അവിടെ കയറി പോകുന്നത്. ഇത്രയും വീതിയിൽ മാത്രമുള്ള റോഡാണ്. ഒരു ആൾട്ടോ വരുന്നു. ആ റോഡിൻ്റെ വീതിയെ സൈസുമായിട്ടൊന്ന് കമ്പയർ ചെയ്ത് നോക്കുക. ആ പോകുന്ന ഒരു ജീപ്പാണ് ഇതിലൂടെ മേലോട്ട് ഗസ്റ്റുകളെയും കൊണ്ട് പോകുന്നത്. നമ്മൾ കാൽവരി മൗണ്ട് ഇപ്പം ആ ഏരിയയിൽ നിന്ന് താഴത്തോട്ട് പോവുകയാണ്. ബസ് സ്റ്റോപ്പിലായിട്ട് ദയാ കാണുന്നതാണ് മെയിൻ റോഡ്. ഇവിടെ നിന്നും നല്ല കാഴ്ച കാണാവുന്നത്. ഈ കാൽവരി മൗണ്ട് ഈ പോയിൻറ്റിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ പോയിൻറ്റിന് ചുറ്റും അതിമനോഹരമായ കാഴ്ച, 360 ഡിഗ്രിയിൽ അതിമനോഹരമായ കാഴ്ചകൾ കാണാൻ പറ്റും. വ്യത്യസ്തത അനുഭവിക്കാൻ പറ്റും. ഒരു പോയിന്റിൽ തന്നെ, ഒരു ടൗണിൽ തന്നെ വ്യത്യസ്തമായ 4-5 സെറ്റ് കാഴ്ചകൾ. അവിടെ ദൂരെ ഒരു പള്ളി കാണാം, മേലിൽ ഒരു കുരിശടിയുണ്ട്. വളരെ അമേസിങ് ആണ്. ഇതേ ഒരു ജീപ്പ് ഫുൾ ലോഡ് വെച്ച ആളുകളെ എത്തിക്കൊണ്ട് വരുന്നു. ഇത്തരം ട്രിപ്പ് ജീപ്പാണ് ഈ നാട്ടുകാരിൽ ഒരുപാട് പേര് ഉപജീവനമെന്ന് പറയുന്നത്. ആ ജീപ്പ് ടൈറ്റ് ആളാണ്. നല്ല രസമാണ് ഇവിടെ വരിക. ഹായ് ഗൈസ്, ഞാനിപ്പോൾ നിൽക്കുന്ന കാൽവരി മൗണ്ടിനുള്ള ബസ് സ്റ്റോപ്പിലാണ്. ഞാൻ കാൽവരി മൗണ്ട് പോയി അവിടുത്തെ ഷൂട്ട് ചെയ്ത് അവിടെ തിരിച്ചിറങ്ങി. അവിടെ ഒരു ഓഫ് റോഡിങ് എന്ന് പറയാൻ പറ്റുന്ന ഒരു വഴി കൂടെ ഉള്ള യാത്ര. ഒത്തിരി വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കയറിപ്പോയി. നല്ല രസമുണ്ട്. ഓഫ് റോഡിങ് ജീപ്പ് ഇവിടെ അവൈലബിൾ ആണ്, ജീപ്പ് സഫാരി അവൈലബിൾ ആണ്. നിങ്ങൾ എറണാകുളം, കട്ടപ്പന, തൃശ്ശൂർ ഈ ഭാഗത്തുള്ള ആൾക്കാർ ഡയറക്റ്റ് വരാൻ നോക്കുക. ഒരു 1 ഡേയിൽ നിങ്ങൾക്ക് വന്നു പോയി
വരുകയും പോവുകയും അന്ന് വൺ ഡേ ട്രിപ്പ് ഇവിടെ പോസിബിളാണ്. ഇവിടെ സ്റ്റേ ചെയ്യണമെന്ന് പോലും ഇല്ല. വളരെ നീറ്റായിട്ട് ടാർ ചെയ്ത റോഡുണ്ട്. എൻ്റെ ബാക്ക് കൂടെ കുറേ വാഹനങ്ങൾ വരുന്നു. അപ്പം മേളിൽ വെച്ച് പരിചയപ്പെട്ട രണ്ടുപേരും ഒരു ബൈ പറഞ്ഞു പോയി. അപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനെ കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം കുറവാണ്. റെഫർ ചെയ്യുക. കൂടുതൽ ഓഫ് റോഡിങ് പിന്നെ ചെറുപ്പക്കാർക്ക് ഇഷ്ടപ്പെടുന്ന വീഡിയോകൾ കൂടുതൽ ചെയ്യാൻ ശ്രമിക്കാം. താങ്ക് യു. പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ഫോളോ എക്സ്പ്ലോറിംഗ് പാൻഡ അജയ്.